ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജൈവവംശം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഷഡ്പദങ്ങൾ അഥവാ പ്രാണികൾ എന്നായിരിക്കും. ആർത്രോപോഡ ഫൈലത്തിൽ ഇൻസെക്റ്റ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇവ ജൈവവംശങ്ങളിൽ തന്നെ അതിശയിപ്പിക്കുന്ന ബുദ്ധി സാമർഥ്യമുള്ള ജീവികളുമാണ്. ഷഡ്പദങ്ങളുടെ പരിണാമ പ്രക്രിയയ്ക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിനാൽ തന്നെ ഈ കാലങ്ങൾ കൊണ്ട് ഷഡ്പദങ്ങൾ നേടിയെടുത്ത ഗുണപരിവർത്തനങ്ങൾ നിസ്സാരമൊന്നുമല്ല. പറക്കുവാനുള്ള കഴിവും ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിക്കുവാനുള്ള കഴിവും മനുഷ്യരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ആവാസ സംവിധാനം ഒരുക്കുന്നതിലുള്ള കഴിവും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. വണ്ടുകൾ, ഈച്ചകൾ, കൊതുകുകൾ, ഉറുമ്പുകൾ, ചിത്രശലഭങ്ങൾ, തുമ്പികൾ തുടങ്ങി 9,25,000 വംശം ഷഡ്പദങ്ങളെ ഇന്നുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രാണിലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഷഡ്പദങ്ങളാണ് ചിത്രശലഭങ്ങൾ അഥവാ പൂമ്പാറ്റകൾ. ആർത്രോപോഡ ഇൻസെക്റ്റ വിഭാഗത്തിലെ ലെപിഡോപ്റ്റീന എന്ന ഗോത്രത്തിലാണ് ചിത്രശലഭങ്ങൾ വരുന്നത്. പ്രധാനമായും പൂന്തേനും പൂമ്പടിയും ആഹാരമാക്കുന്ന ചിത്രശലഭങ്ങൾ സസ്യങ്ങളുടെ പരാഗണത്തിലും സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഇനം സസ്യങ്ങളും പൂക്കളും ചിത്രശലഭങ്ങളുടെ നിലനിൽപ്പിനും കാരണമാകാറുണ്ട്. അത്തരമൊരു ചിത്രശലഭത്തെ പറ്റി നമുക്കൊന്നറിയാം. പോകുന്നിതാ പറന്നമ്മേ എന്ന ആശാൻ കവിതയിൽ കുട്ടി അമ്മയോട് വിസ്മയം കൊള്ളുന്നത് പോലെ നമ്മെ അതിശയിപ്പിക്കുന്നവയാണ് മൊണാർക്ക് ചിത്രശലഭങ്ങൾ. ഡാനസ് പ്ലക്സിപ്പസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ ജന്മദേശം വടക്കേ അമേരിക്കയാണ്. വർഷം തോറും മഞ്ഞു പൊഴിയുന്ന ഹേമന്തകാലത്ത് മൊണാർക്ക് ചിത്രശലഭങ്ങൾ നടത്തുന്ന ദേശാന്തര ഗമനമാണ് ഇവയെ മറ്റു ശലഭങ്ങളിൽ നിന്നും സവിശേഷമാക്കുന്നത്. ഭൂഗോളത്തിലെ തന്നെ നിത്യവിസ്മയങ്ങളിലൊന്നായാണ് ഇവയുടെ ഈ ദേശാടനത്തെ കണക്കാക്കുന്നത്. അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള കാനഡയിൽ നിന്ന് തുടങ്ങി ഏകദേശം 3200 കിലോമീറ്റർ സഞ്ചരിച്ച് തെക്കുഭാഗത്തുള്ള മെക്സിക്കോയിലേക്കാണ് ലക്ഷക്കണക്കിന് വരുന്ന ഈ മൊണാർക്ക് ചിത്രശലഭ കൂട്ടങ്ങൾ പറന്നെത്തുന്നത്. തിരിച്ച് അതേ വഴിയിലൂടെ തന്നെ ഇവ അമേരിക്കയിലെ കാനഡയിലേക്കും എത്തിച്ചേരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന ഈ യാത്ര നവംബർ മാസത്തോടെ മധ്യ മെക്സിക്കോയിൽ അവസാനിക്കും. മാർച്ചിലായിരിക്കും തിരിച്ച് കാനഡയിലേക്കുള്ള മടക്കം. എന്തിനായിരിക്കും ഈ ദേശാടനമെന്നറിയണ്ടേ? മൊണാർക്കുകളുടെ ഇഷ്ടവിഭവമായ മിൽക്ക് വീഡ് എന്ന സസ്യത്തെ തേടിയാണ് ഈ യാത്ര. മൊണാർക്കുകളുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകവുമാണ് മിൽക്ക് വീഡ്. അതായത് പെൺചിത്രശലഭങ്ങൾ മുട്ടയിടുന്നത് മിൽക്ക് വീഡ് ഇലകളിലാണ്. അതോടൊപ്പം തന്നെ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക സ്രവം കൊണ്ട് മുട്ടകൾ ഇലയിൽ ഒട്ടിക്കുകയും ചെയ്യുന്നു. 2 മുതൽ 5 ആഴ്ചക്കുള്ളിൽ ഏകദേശം 300 മുതൽ 500 വരെ മുട്ടകളാണ് ഒരു പെൺശലഭം നിക്ഷേപിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുട്ടകൾ വിരിഞ്ഞ് ലാർവാ രൂപത്തിൽ പുറത്തു വരുന്നു. മിൽക്ക് വീഡിന്റെ ഇലകൾ മാത്രം ഭക്ഷണമാക്കുന്ന ഇവ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം പ്യൂപ്പ ഘട്ടത്തിലെത്തുകയും തുടർന്നുള്ള 1-2 ആഴ്ചക്കുള്ളിൽ പൂർണ്ണ വളർച്ചയെത്തിയ കറുപ്പും ഓറഞ്ചും നിറമുള്ള ചിത്രശലഭമായി പുറത്തു വരുന്നു. മൊണാർക്കുകളെ അവയുടെ പ്രജനനത്തിന്റെ അടിസ്ഥാനത്തിൽ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. റോക്കി മലകളുടെ പടിഞ്ഞാറു ദേശത്ത് പ്രജനനം നടത്തി ശൈത്യകാലത്ത് തെക്കൻ കാലിഫോർണിയയിലേക്ക് ദേശാടനം നടത്തുന്ന വെസ്റ്റേൺ മൊണാർക്കുകളാണ് ഒരു വിഭാഗം. വടക്കേ അമേരിക്കയുടെ വിശാല സമതലങ്ങളിലും കാനഡയിലും പ്രജനനം നടത്തി മധ്യ മെക്സിക്കോയിലേക്ക് യാത്രയാവുന്ന ഈസ്റ്റേൺ മൊണാർക്കുകളാണ് രണ്ടാമത്തെ കൂട്ടർ. ഹവായ്, പോർച്ചുഗൽ, സ്പെയിൻ, ഓസ്ട്രിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ഇവയുടെ സാന്നിധ്യമുണ്ട്.
കേരളത്തിൽ കാണപ്പെടുന്ന വരയൻ കടുവ ചിത്രശലഭങ്ങൾ മൊണാർക്കുകളെ പോലെ കാഴ്ചയിൽ തോന്നുമെന്നതിനാൽ പല ആളുകളും ഇവയെ മൊണാർക്കുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. മൊണാർക്കുകളുടെ സുദീർഘമായ ഈ ദേശാടനം സാധ്യമാകുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? വിശ്രമമില്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര നടത്തുന്ന ഇവ സൂര്യനെയാണ് ഗതി നിയന്ത്രണത്തിനായി കൂടുതലായും ആശ്രയിക്കുന്നത്. അതേസമയം മേഘാവൃതമായ ദിനങ്ങളിൽ വഴി നടത്താൻ അവയ്ക്ക് സ്വാഭാവികമായുള്ള ഒരു മാഗ്നറ്റിക് കോമ്പസ് തന്നെയുണ്ട്. ഭൂമിയിൽ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതും വിശദമായ പഠനങ്ങൾ നടന്നിട്ടുമുള്ള ചിത്രശലഭമാണ് മൊണാർക്ക്. ഓറഞ്ച് വർണ്ണത്തിലുള്ള ചിറകുകളിൽ കറുപ്പ് വരകളാൽ നാട തുന്നിയിരിക്കുന്നു. ചിറകിന്റെ അരികുകളിൽ വെളുത്ത കുത്തുകൾ കൂടി ചേരുമ്പോൾ ശലഭത്തിന്റെ ദൃശ്യചാരുതയേറുന്നു. എന്നാൽ ഈ സൗന്ദര്യം പലപ്പോഴും അവർക്ക് തന്നെ അപകടകരമാണ്. കടും നിറങ്ങളുള്ള മേനി ശലഭങ്ങളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നതിനിടയാക്കുന്നു. അതേസമയം സുരക്ഷയ്ക്കായി അവർ ആയുധമാക്കുന്നതും ഈ ശരീര സൗന്ദര്യത്തെ തന്നെയാണ്. ഇരപിടിയന്മാർക്ക് കടും നിറങ്ങൾ തരുന്ന മുന്നറിയിപ്പ് അവയുടെ ദേഹത്തിന്റെ അരുചിയെക്കുറിച്ചും വിഷാംശത്തെ പറ്റിയുമാണ്. മൊണാർക്കുകൾ ഭക്ഷണമാക്കുന്ന മിൽക്ക് വീഡുകൾ യഥാർത്ഥത്തിൽ വിഷച്ചെടികളാണ്. എന്നാൽ മൊണാർക്കുകൾക്ക് ഈ ചെടിയുടെ ഇലകൾ വിഷമേശാതെ കഴിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, അവയിലെ വിഷവസ്തുവിനെ ശരീരത്തിൽ സൂക്ഷിച്ച് ശത്രുക്കളെ വിഷബാധ ഏൽപ്പിക്കുവാനും കഴിയുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 20 വർഷങ്ങൾക്കുള്ളിൽ മൊണാർക്ക് ചിത്രശലഭങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ് പ്രകൃതിയെ കരുതുന്നവരെ ഏറെ നിരാശരാക്കിയിട്ടുണ്ട്. മിൽക്ക് വീഡ് സസ്യങ്ങളുടെ നാശവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിൻ്റെ മുഖ്യ കാരണം. മൊണാർക്കുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടെന്ന് കണ്ടെത്തിയ പ്രകൃതി സ്നേഹികൾ അമേരിക്കൻ ഗവൺമെന്റിനോട് ഈ സുന്ദര ജൈവശില്പങ്ങളെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് പട്ടികയിൽ ഉൾപ്പെടുത്താനായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭംഗിയുള്ളവയിൽപ്പെട്ട ജൈവികമായി സങ്കീർണമായ ദേശാടന സ്വഭാവമുള്ള അപൂർവ ജീവിയായ മൊണാർക്ക് ശലഭങ്ങളെ നിലനിർത്താൻ നടത്തുന്ന പലതരത്തിലുള്ള ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നതിൽ തൽക്കാലം നമുക്ക് ആശ്വസിക്കാം.